മക്കളെ 2026 JEE അഡ്വാൻസ്ഡിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക JEE അഡ്വാൻസ്ഡുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ JEE മെയിൻ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡ് എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യണം, അതുപോലെ ഈ JEE മെയിൻ ക്വാളിഫൈ ചെയ്യാതെ അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യാതെ എന്നാൽ JEE മെയിൻ പാസ്സായ കുട്ടികൾ എങ്ങനെയാണ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും, അതായത് JEE മെയിൻ ക്വാളിഫൈ, അതായത് JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ആയവർക്കും ആവാത്തവർക്കുമുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നല്ലത്. അപ്പോൾ ഞാനിതിൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ആയാൽ ത്രൂ വാട്സപ്പും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഈ അഡ്വാൻസ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആവാത്ത കുട്ടികൾക്കുള്ള കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ തന്നെ പറയും. ഇപ്രാവശ്യത്തെ അഡ്വാൻസ്ഡ് കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കി IIT ആണ്. ഇന്ത്യയിലാകെ 23 IITകളാണുള്ളത്. ഭുവനേശ്വർ, ഖരഗ്പൂർ, ധൻബാദ്, ഭിലായി, കാൺപൂർ, വാരണാസി, ഇൻഡോർ, ഡൽഹി, ജമ്മു, ജോധ്പൂർ, ഗുവാഹത്തി, പാറ്റ്ന, അതുപോലെ തന്നെ റൂർക്കി, മാണ്ഡി, റോപ്പാർ, ചെന്നൈ, ഹൈദരാബാദ്, കേരളത്തിലെ പാലക്കാട്, തിരുപ്പതി, മുംബൈ, ധാർവാഡ്, ഗാന്ധിനഗർ, ഗോവ. ഇങ്ങനെ 23 IITകളുടെ അഡ്മിഷനാണ് ഇതുവഴി നടക്കുക. IITയിൽ മാത്രമല്ല വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൂടെ ഞാൻ ഇതിന് കൂടെ ഓർമ്മിപ്പിക്കും. അത് ഞാൻ ഇതിൻ്റെ ബാക്കിയായി പറയാം. ഇനി IITകളിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ BTech കോഴ്സുകളുണ്ട്, BS കോഴ്സുകളുണ്ട്, BArc കോഴ്സുകളുണ്ട്, ഡ്യുവൽ ഡിഗ്രി BTech MTech കോഴ്സുകളുണ്ട്, ഡ്യുവൽ ഡിഗ്രി BSMS കോഴ്സുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ ഞാൻ ഈ റൈറ്റ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് MTech പ്രോഗ്രാം 5 വർഷത്തേത്, ഇൻ്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാം 5 വർഷത്തേത്, ഡ്യുവൽ ഡിഗ്രി BTech MBA പ്രോഗ്രാം 5 വർഷത്തേത്, ഡ്യുവൽ ഡിഗ്രി BS MBA പ്രോഗ്രാം 5 വർഷത്തേത്. ഇതൊക്കെയാണ് IITകളിലുള്ള അഡ്വാൻസ്ഡ് വഴി JEE അഡ്വാൻസ്ഡ് വഴി നിങ്ങൾക്ക് കിട്ടാവുന്ന കോഴ്സുകൾ. ഇനി സീറ്റ് റിസർവേഷൻ നോക്കുക. റിസർവേഷൻ ഓഫ് സീറ്റുകളിൽ ആരൊക്കെ വരുമെന്ന് വെച്ചാൽ, ഒന്ന് EWS കാറ്റഗറിക്ക് 10% സീറ്റ് റിസർവ്ഡ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ EWSൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ OBC NCL കാറ്റഗറിയിൽ 27% സീറ്റ് റിസർവ്ഡ് ആണ് ആ കാറ്റഗറിക്ക് വേണ്ടി. SC കാറ്റഗറിക്ക് 15% സീറ്റും ST കാറ്റഗറിക്ക് 7.5% സീറ്റും റിസർവ്ഡ് ആണ്. ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 5% സീറ്റ് ഓഫ് ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിയിലും ഉള്ള സീറ്റിൻ്റെ 5% അതത് കാറ്റഗറിയിലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഡിഫൻസ് സർവീസ് കാൻഡിഡേറ്റിനുള്ള സീറ്റ് റിസർവേഷൻ ഉണ്ട്. അതുപോലെ സൂപ്പർ ന്യൂമറി സീറ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 20% സീറ്റുകൾ ഫീമെയിലിനായിരിക്കണം. അപ്പോൾ അങ്ങനെ തികയാതെ വരുന്നത് സൂപ്പർ ന്യൂമറി ആയിട്ടും ആഡ് ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ IITകളല്ലാതെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, JEE അഡ്വാൻസ്ഡ് റാങ്ക് ഉപയോഗിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂരു. അപ്പോൾ ഇതിൽ അഡ്വാൻസ്ഡിൻ്റെ റാങ്കാണ് പരിഗണിക്കുക. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിൻ്റെ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഐസറിൻ്റെ സൈറ്റിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി മാത്രമാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ JEE അഡ്വാൻസ്ഡിൻ്റെ സൈറ്റിൽ ഐസറിലേക്കുള്ള അഡ്മിഷൻ അങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേതായാലും നമ്മൾ ജോസാടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. ഇനിയുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST തിരുവനന്തപുരത്തെ അഡ്മിഷൻ നടക്കുന്നത് അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വഴിയാണ്. അതുപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി റായ്ബറേലി അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ IITകൾ കൂടാതെ അഡ്വാൻസ്ഡിൻ്റെ റാങ്കിൽ IITകൾ കൂടാതെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളും പരിഗണിക്കും. അപ്പോൾ ഇതൊക്കെ അഡ്വാൻസ്ഡിൻ്റെ റാങ്കാണ് പരിഗണിക്കുക, മെയിനിൻ്റേതല്ല. ഇനി അഡ്വാൻസ്ഡിൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കുക. അഡ്വാൻസ്ഡിൽ 2 പേപ്പറായിട്ടാണ് എക്സാം ഉണ്ടാവുക. 2 പേപ്പറും അപ്പിയർ ചെയ്യുകയും വേണം. പേപ്പർ 1 മെയ്, അത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നോക്കുക, മെയ് 17 എക്സാം. മെയ് 17 പേപ്പർ 1 രാവിലെ 9 തുടങ്ങി 12 വരെയും, പേപ്പർ 2 2:30 തുടങ്ങി 5:30 വരെയുമാണ്. ഇങ്ങനെ 2 പേപ്പറാണ്. ഈ 2 പേപ്പറും കമ്പൽസറിയാണ്. ഒരു പേപ്പർ മാത്രം എഴുതിയാൽ പറ്റില്ല. ഈ 2 പേപ്പറും കമ്പൽസറിയാണ്. ഇത് രണ്ടും എഴുതിയാലേ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കൂ. ഇനി ഏകദേശം 2.5 ലക്ഷം പേരെയാണ് JEE അഡ്വാൻസിലേക്ക് എടുക്കുക. JEE മെയിൻ എഴുതിയ 2.5 ലക്ഷം പേരെയാണ് എടുക്കുക. ഓപ്പൺ കാറ്റഗറിയിൽ ഏകദേശം 96,187 പേരെ, ഓപ്പൺ ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ 5,063 പേര്, ജനറൽ EWSൽ 23,750 പേര്, EWSൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ 1,250 പേര്. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ഏറെക്കുറെ 2 ലക്ഷം പേരെയാണ് എങ്ങനെ പരിഗണിക്കുക, ഈ റാങ്കിൽ അഡ്വാൻസ്ഡിന് വേണ്ടി പരിഗണിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ റാങ്ക് കാർഡിൽ നോക്കിയാൽ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് കാണാം. മാത്രമല്ല ഈ വർഷത്തെ പെർസെൻറ്റേജ് അവർ വേറെ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്, അത് ഞാൻ കാണിക്കാം. ഈ വർഷത്തെ നോക്കുക, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഏകദേശം 100% ഈ 93.412 ഈ 2% ഇടയ്ക്ക് നിൽക്കുന്നവരൊക്കെ എലിജിബിൾ ആണ്. അങ്ങനെ 96,873 കാൻഡിഡേറ്റ് ഉണ്ട്. അൺറിസർവ്ഡ് ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ ഈ പെർസെൻറ്റേജിന് ഇടയ്ക്ക് വരുന്ന കുട്ടികൾ ഏകദേശം 4,391 കുട്ടികൾ എലിജിബിൾ ആണ്. EWS കാറ്റഗറിയിൽ 93 അവിടെ തുടങ്ങി 82, ഈ 82നും 93ക്കും ഇടയ്ക്ക് 82.416, അതുപോലെ 93.410. അപ്പോൾ ഇതിനിടയ്ക്ക് പെട്ട 25,009 പേരും എലിജിബിളാണ്. OBC കാറ്റഗറിയിൽപ്പെട്ട ഈ 2% വരുന്ന എല്ലാ കുട്ടികളും മീൻസ് 67,597 പേരും, SCയിൽ ഈ 2% വരുന്ന 37,522 പേരും, STയിൽ ഈ 2% വരുന്ന 18,750 പേരും എലിജിബിൾ ആണ്. അപ്പോൾ ഈ വരുന്ന നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക, നിങ്ങളുടെ പെർസെൻറ്റേജ് ഇതിനുള്ളിൽ വരുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ് എന്നർത്ഥം. ഇനി ആ പെർസെൻറ്റേജിൽ വന്നാൽ മാത്രം പോരാ, നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ, അതായത് ഈ അഡ്വാൻസ്ഡ് ഒക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾ IITയിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നമുണ്ട്, ഏജ് ലിമിറ്റ് ഒരു ഫാക്ടറാണ്. അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ബീൻ ബോൺ ഓൺ ഓർ ആഫ്റ്റർ, അതായത് 2001 ഒക്ടോബർ 1 അതിന് ശേഷം ജനിച്ചവർ മാത്രമാണ് ഇതിന് പരിഗണിക്കപ്പെടുക. എന്നാൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആർക്കുണ്ട്? SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനുണ്ട്. അവർ ഒക്ടോബർ 1 96 ശേഷം ജനിച്ചവരായാലും മതി. അപ്പോൾ ഒക്ടോബർ 1 2001 ശേഷം ജനിച്ചവരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ SC ST ഫിസിക്കൽ ഡിസബിലിറ്റിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ ഒക്ടോബർ 1 96 ശേഷം ജനിച്ചവരായാലും മതി. പിന്നുള്ളൊരു പ്രശ്നം നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആണ്. അതായത് ഒരു കുട്ടിക്ക് 2 പ്രാവശ്യം എഴുതാൻ പറ്റൂ. അതായത് +2 അപ്പിയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും, അതേപോലെ +2 പാസ്സായ ഫസ്റ്റ് ഇയർ, അതായത് അപ്പിയർ ചെയ്യുന്ന വർഷവും പിന്നെ റിപ്പീറ്റ് ചെയ്ത വർഷവും, ഈ 2 വർഷം, അതായത് പാസ് ചെയ്തിട്ട് 1 വർഷത്തോടെ. അപ്പോൾ റിപ്പീറ്റേഴ്സിന് അപ്ലൈ ചെയ്യാം, കറണ്ട് സ്കൂൾ ഗോയിങ് കുട്ടിക്കും അപ്ലൈ ചെയ്യാം. ഈ 2 കൂട്ടർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, അതായത് 2 പ്രാവശ്യമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ 2025 പാസ്സായ കുട്ടിക്കും 2026 എഴുതാൻ പോകുന്ന കുട്ടിക്കും പറ്റും. അവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആയിട്ട് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ 2 കൂട്ടർക്കേ പറ്റൂ. ഇപ്പം നിങ്ങൾ അഡ്വാൻസ്ഡിന് ഉള്ള മാർക്കുണ്ട്, എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. ഇനി അങ്ങനെ എലിജിബിൾ ആയ കുട്ടികൾ JEE അഡ്വാൻസ്ഡിന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. JEE അഡ്വാൻസ്ഡിന് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് JEEadvanced.ac.in എന്നുള്ളതാണ്. ഇതിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾ ഇതിൽ പരിഗണിക്കൂ. JEE മെയിൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ സൈറ്റ് ഞാനിവിടെ ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്, JEEadvanced.ac.in രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 23 തുടങ്ങിയിട്ടാണ് ഉണ്ടാവുക. ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 2 വരെ ഉണ്ടാവും. അപ്പോൾ ഏപ്രിൽ 23 തുടങ്ങി മെയ് 2 വരെയുള്ള സമയത്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഫീ പേ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 4 ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ നോക്കുക. ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ 1,600 രൂപയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് 1,600 രൂപ. ഓൾ അതർ കാൻഡിഡേറ്റ്സ്, ഈ ഓൾ അതർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫീമെയിൽ ഒരു കാറ്റഗറിയിലും എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റിനും 1,600 രൂപ എന്ന് പറഞ്ഞാൽ SC കാറ്റഗറി, ST കാറ്റഗറി, ഫിസിക്കൽ ഡിസബിലിറ്റി ആൻഡ് ഓൾ ഫീമെയിൽ ഇവർക്കെല്ലാം 1,600 രൂപയാണ്. ഇവരല്ലാത്തവരെല്ലാം 3,200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ എക്സാം സെൻറ്റർ ഫോറിൻ കൺട്രീസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫീ $200 ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റുകൾ എല്ലാവർക്കും വേണ്ടത് എന്താ? ഒന്ന് ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ ക്ലാസ് 10th അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് ആ പാസിംഗ് ഇയർ മനസ്സിലാവാൻ. ഇനി അടുത്തത് ഈ പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഗസറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനും ഉണ്ടാവണം. ഇത് എല്ലാവരും വേണ്ടത്. ഇത് കൂടാതെ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ EWS ആണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, OBC NCL ആണെങ്കിൽ NCL, SC ST കമ്മ്യൂണിറ്റി പെട്ടവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഡിഫൻസ് ആണെങ്കിൽ ഡിഫൻസിൻ്റെ ഡോക്യുമെൻ്റ്, ഇതൊക്കെ ഉണ്ടാവണം. അതിൽ ഈ EWS ആയിക്കോട്ടെ, NCL ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതായിരിക്കണം? താലൂക്കിലേതായിരിക്കണം, വാലിഡ് ആയിരിക്കണം. വില്ലേജിലേതല്ല, താലൂക്കിലേതായിരിക്കണം, വാലിഡ് ആയിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾ നീറ്റിനോ അല്ലെങ്കിൽ JEE മെയിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്ത് വാങ്ങിയ ഡോക്യുമെൻ്റ് ഇപ്പോഴും വാലിഡ് ആണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ബാക്കി ഡീറ്റെയിൽ നോക്കുക. JEEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ നോക്കുക. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 2 എക്സാമാണ് ഉണ്ടാവുക. ഓരോ എക്സാമിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഇപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ എല്ലാം തന്നെ ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റിൽ വന്നോളും.
ഓക്കെ, അപ്പോൾ എക്സാമിനേഷന് മുമ്പ് ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ് വരാനുണ്ട്. അപ്പോൾ അതിൽ സ്കോറിൻ്റെ ഡീറ്റെയിലും അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ഡീറ്റെയിലും ഒക്കെ വരും. ഇപ്പോൾ നിലവിൽ 2 എക്സാം ആയിരിക്കും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ മാത്രം ശ്രദ്ധിക്കുക. സിലബസ് ഒക്കെ നമ്മുടെ NCERT തന്നെയാണ്. സിലബസ് ഡീറ്റെയിൽ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അതും ശ്രദ്ധിക്കുക. മോഡ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇനി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂർ, അതായത് 180 മിനിറ്റ് ആണ് എക്സാം ഉണ്ടാവുക. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സിറ്റി ചൂസ് ചെയ്യുന്ന കേസിൽ നിങ്ങൾക്ക് 10 സിറ്റി വരെ ചൂസ് ചെയ്യാം. നിർബന്ധമായിട്ടും ഒരു കുട്ടി 10 സിറ്റി ചൂസ് ചെയ്യണം. അതിൽ ആദ്യത്തേത് തരാൻ നോക്കും, അത് പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തേത് ആ ഓർഡറിലാണ് തരിക. ഇനി കേരളത്തിലെ എക്സാം സിറ്റികൾ ആലപ്പുഴയിലുണ്ട്, കണ്ണൂർ, കാസർഗോഡ്, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കഴിഞ്ഞില്ല. അതേപോലെ മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും സെൻറ്ററുകളിലാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടാവുക. ഇനി BARC ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ BARCന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൂടി നോക്കുക. BARC പ്രോഗ്രാം ആകെയുള്ളത് IIT വാരണാസിയിൽ, IIT ഖരഗ്പൂരിൽ, IIT റൂർക്കിയിൽ, ഈ 3 BARC ഉള്ളത്. അങ്ങനെ BARC ഉള്ളവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ BARC അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് AATയും പാസ്സാവണം. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹൂ ഹാവ് ക്വാളിഫൈഡ് ദ JEE അഡ്വാൻസ്ഡ്. ഈ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് AAT എഴുതാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ AATക്ക് നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ആ AATക്ക് ഒരു എക്സാം കൂടി എഴുതേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ JEE മെയിൻ ക്വാളിഫൈ ചെയ്തു, ഇനി അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യണം, AATയും ക്വാളിഫൈ ചെയ്യണം. അതിന് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിലും ഇതിൻ്റെ കൂടെ പറയാം. ഇനി AATൻ്റെ പ്രത്യേകം നോക്കുക. AAT അപ്ലൈ ചെയ്യേണ്ടതും JEE advanced.ac.in എന്നുള്ള സൈറ്റിലാണ്. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക ജൂൺ 1 തുടങ്ങും. അപ്പോൾ ജൂൺ 1, ജൂൺ 2, 1 തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആകെ 2 ദിവസമുള്ളൂ. ജൂൺ 1, ജൂൺ 2 തീയതികളിലാണ് AATയുടെ രജിസ്ട്രേഷൻ ഉണ്ടാവുക. എന്നിട്ട് AAT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 4 ഉണ്ടാവുക. ഓക്കെ, 9 തുടങ്ങി 12 മണി വരെ. പിന്നീട് ജൂൺ 7 റിസൾട്ടും പബ്ലിഷ് ചെയ്യും. അപ്പോൾ JEE മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ JEE അഡ്വാൻസും ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് AAT എഴുതേണ്ടത്. ഇനി നിങ്ങൾ JEE അഡ്വാൻസ്ഡ് എഴുതി ക്വാളിഫൈ ആയാൽ പോലും നിങ്ങൾക്ക് IITയിൽ കിട്ടണമെങ്കിൽ അടുത്ത കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതും ശ്രദ്ധിക്കുക. നിങ്ങൾ +2-ൽ 5 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആയിരിക്കണം. 5 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആയിരിക്കണം. എല്ലാം കൂടെ ചേർത്ത് അഗ്രിഗേറ്റ് മാർക്ക്, ഈ 5 സബ്ജക്റ്റിനും കൂടെ ചേർത്ത് 75% മാർക്ക് ഉണ്ടാവണം. എന്നാൽ SC/ST ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് ആണെങ്കിൽ 65% മാർക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആ കാറ്റഗറിയിൽ വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചില സിലബസുകളിൽ മാർക്കുകൾ കുറവായതുകൊണ്ട് ആ കൺസേൺ സിലബസിൻ്റെ 20% ടോപ്പ് 20% വന്നാലും മതി. ഇതിലേതെങ്കിലും ഒരു എലിജിബിലിറ്റിയിൽ വന്നാലേ നിങ്ങൾക്ക് IITയിൽ അഡ്മിഷൻ കിട്ടും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുക. ഒരുപാട് കുട്ടികൾ JEE മെയിൻ എഴുതിയിരുന്നു. അപ്പോൾ ഞാനതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. JEE മെയിൻ എഴുതിയ കുട്ടികളുണ്ട്. അതിൽ മെയിൻ എഴുതിയ കുട്ടികളിൽ കുറച്ച് കുട്ടികൾ അഡ്വാൻസ്ഡിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഇനി അഡ്വാൻസ്ഡ് എഴുതുന്ന കുട്ടികൾക്കാണ് IIT, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതേപോലെ വിശാഖപട്ടണത്തെ ക്യാമ്പസ്, സ്പേസ് റിസർച്ചിൻ്റെ ക്യാമ്പസ്, ഇങ്ങനെയുള്ള ഞാൻ ആ അഡ്വാൻസ്ഡിൻ്റെ ലിസ്റ്റിൽ കാണിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ IIT അതും ഉൾപ്പെടെ IITകളിൽ ഉൾപ്പെടെ അഡ്വാൻസ്ഡ് വഴിയാണ് പോവുക. ഇനി അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. JEE മെയിൻ ക്വാളിഫൈ ചെയ്തു, എന്നാൽ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് NIT, അല്ലെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. NIT അപ്ലൈ ചെയ്യാം, അതേപോലെ IITs അപ്ലൈ ചെയ്യാം. ഇതിനൊന്നും എന്ത് വേണ്ട, അഡ്വാൻസ്ഡ് വേണ്ട. അപ്പോൾ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. എന്നാൽ JEE മെയിൻ ക്വാളിഫൈ ചെയ്തു, അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് IIT അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി നിർത്തിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് JEE മെയിൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ JEE മെയിൻ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? NIT അപ്ലൈ ചെയ്യാം, IIIT അപ്ലൈ ചെയ്യാം, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലൈ ചെയ്യാം, അതുപോലെ കുറേ യൂണിവേഴ്സിറ്റികൾ വേറെയുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതാണ്? ഇതിനൊക്കെ JEE മെയിൻ മതി. അപ്പോൾ JEE മെയിൻ കൊണ്ട് ഇത്രയും പറ്റും. ഇനി JEE മെയിൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, നിങ്ങൾ അഡ്വാൻസ്ഡ് കൂടി ക്വാളിഫൈ ചെയ്തുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ IITയും മറ്റ് നമ്മൾ ഈ ലിസ്റ്റിൽ കാണിച്ച മറ്റ് 5 സ്ഥാപനങ്ങളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 കൂട്ടരും JEE മെയിൻ പാസ് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തു, അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യുക. എപ്പോൾ വരെ വെയിറ്റ് ചെയ്യണം? ജോസായുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുത്താൽ മതി. JEE മെയിൻ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡിന് എലിജിബിൾ ആവാത്തവർ. ഇനി അഡ്വാൻസ്ഡിന് എലിജിബിൾ ആയവർ എന്ത് ചെയ്യുക? അഡ്വാൻസ്ഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക, അഡ്വാൻസ്ഡ് എക്സാം എഴുതുക. അവരും അഡ്വാൻസ്ഡ് എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം ജോസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ JEE മെയിൻ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആവാത്ത കുട്ടികളും അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആവുന്ന കുട്ടികളും ഒക്കെ ജോസ കൗൺസിലിംഗ് വരെ കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾ നിലവിൽ ഒന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ വറീഡ് ആവേണ്ടതില്ല. ജോസ കൗൺസിലിംഗ് സ്റ്റാർട്ട് ആവട്ടെ.
അതുപോലെ അഡ്വാൻസ് എഴുതാൻ ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആയവർ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അഡ്വാൻസ് നന്നായി എഴുതുക, അതിനുശേഷവും ജോസ കൗൺസിലിംഗിലേക്ക് വരിക. അപ്പോൾ കൗൺസിലിംഗ് പ്രൊസീജിയറൊക്കെ പിന്നീട് സ്റ്റാർട്ട് ചെയ്യൂ. ഇപ്പോൾ ഈ എക്സാമുകൾ മാത്രമാണ് നടക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ എൻഡിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.